നമസ്കാരം. സ്വപ്നാസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് കാനിങ് ജംഗ്ഷനാണ്. അവിടെ അയ്യോ എന്തൊരു സ്പീഡ്, റെഡ് ഡോട്ട് ഹോം എങ്ങോട്ടാണ് ഈ പായുന്നത് അല്ലേ. അങ്ങനെ ഒരു ഷോപ്പുണ്ട് അവിടെ. ആ ഷോപ്പിൽ ഞാനൊരു ഐറ്റം തേടി വന്നതാണ്. ആക്ച്വലി ഇത് സാധാരണ റെഡ് ഡോട്ട് ഹോം കാണുന്ന പോലെയല്ല കേട്ടോ. അതിന് തറവാട് പോലൊരു സ്ഥലമാണ്. അത്രയും വലിയൊരു ഹ്യൂജ് സ്പേസാണ്. പിന്നെ എല്ലാ കൊലത്തെ സാധനങ്ങളും ഇവിടെ കിട്ടും. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, പിന്നെ എന്തൊക്കെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ല, അത്രമാത്രം സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഈ കടയിൽ കിച്ചൺ കാഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ നിർഭാഗ്യവശാല സംഭവം അവിടെ ഇല്ല. ഇത് വൺസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെന്ന് മേടിക്കാന്ന് വെച്ചാൽ സംഭവം ഉണ്ടാവില്ല. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് എന്താ പറയുക, ഒരു അപ്പുറത്തും ഇപ്പുറത്തും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ ഷോപ്പിംഗ് മാളുകളുണ്ട്. അപ്പോൾ ഇത് വെയിൽ ഷോപ്പിംഗ് സെൻ്ററാണ്. ഇവിടെ പണ്ടൊക്കെ ഞാൻ എപ്പോഴും കുറ്റിയായിരുന്നു കേട്ടോ. കുറ്റിയല്ല, കുറ്റി. ഞാനിപ്പോഴാണ് കുറച്ച് നന്നാവാൻ തീരുമാനിച്ചത്. ഇപ്പോഴടുത്തൊക്കെ വെച്ചാൽ ഞാൻ ഇങ്ങോട്ടൊന്നും വരാറൊന്നുമില്ല. ഇപ്പോൾ ഇത് റിജക്ട് ഷോപ്പാണ്. ഇപ്പോൾ ഈ ഷോപ്പിൽ ഇതേമാതിരി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ അലത്തുകൊൽ തന്നെ ഇവിടെ കിട്ടും. എല്ലാ സാധനങ്ങളും, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് സെയിം, റിപ്പീറ്റ് ചെയ്യണില്ല. പിന്നെ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനെ. ഇത് കണ്ടോ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാനിവിടെ നിൽക്കും. ബെല്ലും ബ്രേക്ക് ഇട്ട പോലെ നിൽക്കും. ഇങ്ങനെ വെറൈറ്റി അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് പോകാറുണ്ട് കേട്ടോ. കുറേ ഹോം വെയേഴ്സും ഡെക്കറേറ്റീവ് ഐറ്റംസും സീഡുകൾ ഇതൊക്കെ കൊണ്ടുപോയി ഞാൻ ചെടിയൊക്കെ വരാറുണ്ട് ഇതിൽ നിന്ന്. പിന്നെ കുറേ പോട്ട്സുകൾ, ഇതിൽ നിന്ന് ഞാൻ കുറേ പോട്ട്സൊക്കെ വാങ്ങി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം തന്നെ, ഈ കിച്ചൺ കാഡി തപ്പി വന്നതാണെങ്കിലും ഇതിലൊക്കെ ഒരു നോട്ടം നോക്കും. അപ്പോൾ ഈ തൂങ്ങിക്കിടക്കണത് കണ്ടോ, ഇത് ഞാൻ വീട്ടിൽ പണ്ട് വാങ്ങി കൊടുന്നിട്ടിട്ടുണ്ട്. മേ ബി എൻ്റെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനങ്ങൾ കേട്ടോ. സാധാരണ ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് തീരാണ് പതിവ്. ഇനി ഈ പോട്ട് കണ്ടോ, ഈ പോട്ട് ഞാൻ ഓൾറെഡി വാങ്ങി കേട്ടോ. ഓൾറെഡി വാങ്ങി മീൻസ് ഈ വീഡിയോയിലൂടെ വാങ്ങിയത്. എന്നിട്ട് ഈ ഒരു സംഭവം കണ്ട, ഈ ഒരു സ്നെയിലിൻ്റെ ഒരു ചെറിയ പോട്ട്, പ്ലാന്റ് പോട്ട്. ഈ ഐറ്റം ഇങ്ങനെ നമുക്ക് ഒരു ഡെസ്കുമ്മലോ എന്തെങ്കിലും ടേപ്പ് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. പക്ഷേ ഞാൻ പിന്നെയാണ് ആലോചിച്ചത്, വീഡിയോ ഒക്കെ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ ആളെ എനിക്ക് എൻ്റെ ഗാർഡനിലൊക്കെ ഓടുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗാർഡനിൽ ഓൾറെഡി നിറച്ച് സ്നെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ സ്നെയിൽസിനെ തുരത്താൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഒരു സീസണായി കഴിഞ്ഞാൽ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയും കൊടുന്ന് വെച്ചാൽ ഈ ഗാങ്സ്റ്റർ തലവൻ വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂട്ടത്തോടെ വരാനുള്ള സാധ്യതയില്ലേ. അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. പിന്നെ അത് ഈ കാണുന്നത് കണ്ടോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ അതിനെ വെല്ലും. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങളെ ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല കേട്ടോ. എൻ്റെ ഈ സ്പീഡ് കാരണം ഇത് എവിടേക്കാണ് പോകണമെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ലാതിരിക്കണം. അപ്പോൾ ഇത് സോളാർ ലൈറ്റുകളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഞാൻ ഡെസ്ക്ടോപ്പ് ഡസ്റ്റ്ബിന്ന് അതും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ്. സംഭവമൊക്കെ അടിപൊളിയാണ്. ഞാൻ അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് കാലം ഞെക്കി നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് കിട്ടി. പക്ഷേ അതിൻ്റെ വലിപ്പം കൂടുതൽ കാരണം എനിക്കത് താല്പര്യപ്പെട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉന്നമിച്ചവും വന്നിട്ടുണ്ടാവുക. പിന്നെ അതൊന്നും കിട്ടാത്ത കാരണം ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി പോകാം എന്ന് വിചാരിച്ചു. ഒരു ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ് നൈറ്റിലേക്കുള്ള പോക്കാണ്. ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ തേടി നടന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് കണ്ടോ, റെഡ് പെയർ. ഞാനിതുവരെ അത് വാങ്ങിയിട്ടില്ല. വല്ലപ്പോഴൊക്കെ കാണും, എപ്പോഴും എടുത്ത് നോക്കും, അവിടെ തന്നെ വെക്കും. എനിക്ക് തോന്നുന്നത് ഗ്രീൻ ആപ്പിൾ എന്താണത്, പെയർ എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ എന്ന് പറയാൻ പാടുണ്ട ചേച്ചി. അപ്പോൾ ഈ റെഡ് പെയർ ഗ്രീൻ പെയറിൻ്റെ പോലെ ടേസ്റ്റ് തന്നെയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചില്ല. പിന്നെ ഇതുള്ളത് റെഡ് ആപ്പിൾ. ഈ റെഡ് ആപ്പിൾ, ഗ്രീൻ ആപ്പിളും ഞാൻ വാങ്ങിക്കാറുണ്ട്, റെഡ് ആപ്പിളും വാങ്ങിക്കാറുണ്ട്. അപ്പം നമ്മുടെ ഷോപ്പിംഗ് എല്ലാം ഒരുവിധം കഴിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം ഇനി നമ്മൾ സ്വന്തമായിട്ട് ബില്ലിങ് ചെയ്യണം. അവിടെ വേറെ കുറച്ച് സെക്ഷനിൽ ബില്ല് ചെയ്യുന്നവരും ഉണ്ട്. ഇവിടെ നമ്മൾ സ്വന്തമായി ബില്ലിങ്ങാണ് കേട്ടോ ചെയ്യണത് ഈ സെക്ഷനിൽ. അപ്പോൾ സ്വന്തമായിട്ട് ബില്ലിങ് ആയത് എല്ലാം നമ്മൾ തന്നെ എടുത്ത് വയ്ക്കണം, നമ്മൾ തന്നെ പേ ചെയ്യണം. പിന്നെ നമ്മൾ അങ്ങനെ പോവുകയാണ്. അപ്പം അപ്പോഴേക്ക് രാത്രിയായിട്ടോ. എൻ്റെ ബാക്കിലേക്കൊക്കെ കണ്ടോ, നൈറ്റ് വെർഷനാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ഓസ്ട്രേലിയൻ ജീവിതമാണ് നിങ്ങൾ കൂട്ടുകാരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ. അയ്യോ, പറയാൻ മറന്ന്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കമൻറ്റ് ഇടുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ. വിരോധമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അടുത്തിരിക്കുന്ന നമസ്കാരം, ടാറ്റ, ബൈ ബൈ.